തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര തിരുവുത്സവത്തോടനുബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് കൺട്രോൾ റൂം തുറന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 15-ന് കൊടിയേറി മാർച്ച് 24-ന് ആറാട്ടോടെയാണ് സമാപിക്കുന്നത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. തൃക്കാരിയൂരിനെ സംബന്ധിച്ച് കോതമംഗലത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടെ 10 ദിവസക്കാലം ഇന്നു മുതൽ 10 ദിവസക്കാലം ഉത്സവം ഇവിടെ കൊണ്ടാടുമ്പോൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ തൃക്കാരിയൂരിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ക്ഷേത്രത്തിലേക്ക് സുഗമമായി വരുന്നതിനും ദർശനം നടത്തി പോകുന്നതിനും ഒക്കെയുള്ള ഒരു ക്രമീകരണം, അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശ സമിതിയും എല്ലാം ചേർന്നുകൊണ്ട് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട കോതമംഗലം തഹസിൽദാറാണ് ഇതിൻ്റെ ഒരു കൺവീനറായി ഇവിടെ പ്രവർത്തിക്കുന്നത്. മറ്റ് വിവിധ വകുപ്പുകൾ, പോലീസ് അടക്കമുള്ള മറ്റ് വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ M, ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജിജിമോൻ B, ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ EK, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ C ഗോവിന്ദ്, സിന്ധു പ്രവീൺ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ KP ജയകുമാർ, MN ജഗദീഷ്, S അജിത്, സൂരജ് C സോമൻ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.